അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുട്ട കൊണ്ട് അടിപൊളി ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ മക്കൾക്കൊക്കെ സ്കൂളിൽ പോകാൻ നേരത്ത് രാവിലെ എളുപ്പത്തിലും ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതെല്ലാം തയ്യാറാക്കി എടുക്കാം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കഴിക്കണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ വേറെ സൈഡ് ഡിഷ് ആയിട്ട് ഒരു സംഭവം വേണ്ട. ഈ ഒരു ദോശ മതി, വെറും നൈസാണ്. ഇതേ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ കാണാൻ വേണ്ടി കൂട്ടുകാരെ എല്ലാവരും കൂടെ ക്ഷണിക്കുകയാണ്. പിന്നെ അതുപോലൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, എല്ലാം നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി മാത്രം. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തു, അതിനകത്ത് കുറച്ച് മൈദ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അപ്പൊ എനിക്ക് കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. നമ്മളിപ്പോ അതിന്റെ അത്രയും തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനോട് നമ്മൾ ഇടുന്നത് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയാണ്. കുറച്ച് ഉപ്പും കൂടെ, ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടെ. ഇതിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് 2 മുട്ടയാണ്. അതുകൊണ്ട് ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ദോശക്കല്ല് അടുപ്പ് വെച്ച് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. നെയ്യ് എല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിയിൽ നമുക്കൊന്ന് പരത്തെടുക്കാം. ഇനി നമുക്ക് മിക്സി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ദോശയാണ്, മുട്ട ദോശയാണ്. നമ്മൾ മൈദാമാവ് കൊണ്ട് തയ്യാറാക്കിയ ഒരു മുട്ട ദോശയാണ്. ഇനി കുറച്ച് നെയ്യ് നമുക്ക് മേളിലും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം. എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് റെഡിയാക്കി. ഇനി നമുക്കൊന്ന് തിരിച്ചിടാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്, വെറും നൈസാണ്. നമ്മൾ അതനുസരിച്ച് വേണം എടുക്കാം. നമുക്ക് തിരിച്ചിടാം. അപ്പൊ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. നമുക്ക് ബാക്കിയിരിക്കുന്ന ദോശ കൊണ്ടൊന്ന് ചുട്ടെടുക്കാം.